അങ്ങനെ ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഭരണത്തലവന്മാരെ കെട്ടിപ്പിടിച്ച് 2 3 ജോഡി നൊബേൽ സമ്മാനത്തിനുള്ള അടുത്ത വർഷത്തേക്കുള്ള നൊബേൽ സമ്മാനത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളൊക്കെ ഒപ്പിട്ട് വാങ്ങി വളരെ സന്തോഷവാനായി അമേരിക്കയിലേക്ക് വൈറ്റ് ഹൗസിലേക്ക് തിരിച്ച് വലതുകാലം വെച്ച് കയറിയ ട്രംപ് കണ്ടത് അമേരിക്കക്കാരുടെ പട്ടിണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. ഷട്ട് ഡൗൺ ഇതുവരെ ഒന്നും ആയില്ലേ എന്നാണ് ട്രംപ് തന്റെ വൈറ്റ് ഹൗസിൽ തന്റെ അനുയായികളോട് ചോദിച്ചത്. താൻ പോയി വരുമ്പോഴേക്കും ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ട്രംപ് കരുതിയത്രേ. പക്ഷേ അമേരിക്കയിൽ പട്ടിണി രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് അനുയായികൾ ട്രംപിന് തിരികെ മറുപടിയായി നൽകിയത്. അങ്ങനെ ഷട്ട് ഡൗൺ പ്രതിസന്ധിയിൽ വളരെ സഗൗരവമായി ട്രംപ് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. പുറത്തുള്ളൊരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ദശലക്ഷക്കണക്കിന് ഡോളർ കടം വാങ്ങി ട്രംപ് അമേരിക്കൻ സേനയുടെ ഈ മാസത്തെ വേതനം കൊടുത്തു തീർത്തു. സ്വകാര്യ ദാതാവിൽ നിന്നും 130 ദശലക്ഷം ഡോളറിന്റെ സംഭാവനയും മറ്റു വകുപ്പിൽ നിന്നും 5.3 ബില്യൺ ഡോളർ മാറ്റി നൽകിയുമൊക്കെയാണ് ട്രംപ് ഈ സൈന്യത്തിനുള്ള ഫണ്ട് കണ്ടെത്തിയത്. ഷട്ട്ഡൌണിനെ തുടർന്നപ്പോൾ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് തർക്കങ്ങൾ അതിരൂക്ഷമായി പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് അമേരിക്ക വിട്ടപ്പോൾ ആ തർക്കത്തിനൊരു ഇടവേളയുണ്ടായിരുന്നു. വീണ്ടും ആ തർക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ചയ്ക്കുള്ളിൽ ഷട്ട്ഡൌൺ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാതെ വന്നാൽ, ഫണ്ടിംഗ് പ്രശ്നത്തിൽ തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ ഉണ്ടാകുന്നതെന്ന് യാതൊരു സംശയമില്ല. സെനറ്റ് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ഫിലിബസ്റ്റർ നിയമം മാറ്റി ഏകപക്ഷീയമായി സർക്കാർ പ്രവർത്തനങ്ങൾ വീണ്ടും തുറന്ന് ആരംഭിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാലും സെനറ്റിലെ ഭൂരിപക്ഷ നേതാവ് ജോൺ ത്യൂൺ ആ നിർദ്ദേശം നിസ്സാരമായും തള്ളിക്കളഞ്ഞു. ആദ്യം ട്രംപ് വഴിക്കുക, എന്നിട്ട് ഫണ്ട് അനുവദിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. രാജ്യത്ത് സർക്കാർ സേവനങ്ങൾ നിലച്ചു പോകുമ്പോൾ ജനങ്ങൾ അപ്പോൾ ആ പ്രത്യാഘാതങ്ങൾ നേടുകയാണ്. ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നു, പട്ടിണി രാജ്യത്ത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷ്യ ബാങ്കുകളിൽ നീണ്ട ക്യൂ, വിമാനത്താവളങ്ങളിലെ ഏറെ സമയത്തെ കാലതാമസം, ഇതൊക്കെ നിത്യേന ജനങ്ങൾ അനുഭവിച്ചു വരികയാണ്. അത് മറ്റാരും കാരണമല്ല, ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ആനുകൂല്യങ്ങൾ നീട്ടണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും സർക്കാർ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതുവരെ ചർച്ചയില്ലെന്ന നിലപാടാണ് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപിനോട് ആദ്യം സർക്കാർ സംവിധാനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക, എങ്കിൽ ഫണ്ടിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങാമെന്ന് അവർ പറയുമ്പോൾ ട്രംപ് പറയുന്നത് ആദ്യം നിങ്ങൾ ഫണ്ട് താ, എങ്കിൽ ഞങ്ങൾ സർക്കാർ പ്രവർത്തനങ്ങൾ തുറന്നു കാണിച്ചു തരാം. ഇതിനിടെയാണ് അമേരിക്കക്കാരെ ഒരിക്കലും പട്ടിണിക്കിടരുതെന്ന് കോടതികൾ വിധി പുറപ്പെടുവിച്ചത്. അടച്ചിലിന്റെ ഇടയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷ്യസഹായ പദ്ധതിയായ സ്നാപ് തുടരാനാണ് ട്രംപ് ഭരണകൂടത്തോട് മസാച്യുസെറ്റ്സിലെയും റോഡ് ഐലൻഡിലെ 2 ഫെഡറൽ ജഡ്ജിമാർ പ്രത്യേക വിധികളിലൂടെ ആവശ്യപ്പെട്ടത്. ഉത്തരവുകൾ പ്രകാരം വൈറ്റ് ഹൗസ് അടിയന്തര നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ സൈനികർക്ക് മില്യൺ കണക്കിന് ഡോളർ തുക അവരുടെ ശമ്പളം നൽകാൻ എടുത്ത് മറിച്ചതുപോലെ പുറത്തെടുത്ത് മറിച്ച് 42 മില്യൺ വരെ വരുന്ന താഴ്ന്ന വരുമാനക്കാർക്ക് സ്നാപ് പദ്ധതിയിലൂടെ, നമ്മുടെ റേഷൻ സംവിധാനം പോലെയാണ്, പ്രതിമാസ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനുള്ള സഹായം നൽകണമെന്നാണ് ഇപ്പോൾ കോടതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപ് അപ്പോൾ പറഞ്ഞത് എത്ര സർക്കാർ സംവിധാനങ്ങൾ അടച്ചിട്ടാലും അമേരിക്കക്കാർ വിശന്നിരിക്കേണ്ടി വരില്ല എന്നാണ്. ട്രംപിന്റെ പ്രതീക്ഷ ഫണ്ടിങ് അനുവദിക്കും, ആ ഫണ്ട് എടുത്ത് സ്നാപ് സംവിധാനം വീണ്ടും പുനരാരംഭിക്കാമെന്നാണ്. എന്നിട്ടും അനിശ്ചിതത്വം തുടരുകയാണ്. സ്നാപ്പിന് പൂർണ്ണമായോ ഭാഗികമായോ ഫണ്ട് ചെയ്യണമെന്ന തീരുമാനം കോടതിക്ക് ട്രംപ് വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തായാലും നവംബർ 1 മുതൽ ആ സ്നാപ് പദ്ധതിക്കുള്ള ഫണ്ടിങ് നിന്നിരിക്കുന്നു. ഇനി ട്രംപ് എന്ത് പറഞ്ഞാലും ശരി തന്നെയാണ്. ABC ന്യൂസ് വാഷിംഗ്ടൺ നടത്തിയ ഒരു സംയുക്ത സർവേ പ്രകാരം സർക്കാരിന്റെ അടച്ചിടലിന് ഉത്തരവാദി മൊത്തം റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും തന്നെയാണ്. ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നതും ട്രംപിനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയും തന്നെയാണ്. സ്നാപ് പദ്ധതി എന്തായാലും ശനിയാഴ്ച അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം 4.2 കോടി അമേരിക്കൻ പട്ടിണി പാവങ്ങൾക്കാണ് ഈ സ്നാപ് പദ്ധതി പ്രകാരമുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഫണ്ടിങ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ ദിവസമാണ് ഒബാമ കെയർ ഇൻഷുറൻസ് പദ്ധതികളുടെ പുതിയ വർഷത്തെ രജിസ്ട്രേഷൻ അനുവദിക്കുന്നത്. ഈ ഒബാമ കെയറിനെ ചൊല്ലിയായിരുന്നു ഡെമോക്രാറ്റുകൾ സർക്കാരിന് പുതിയ ഫണ്ടിങ് നൽകാത്തതും. ഒബാമ കെയർ പദ്ധതി പുനരാരംഭിച്ചാൽ മാത്രമേ ഞങ്ങൾ പുതിയ ഉപാധികളുടെ മാനദണ്ഡങ്ങളോട് അല്ലാതെ പഴയ രീതിയിലുള്ള ഒബാമ കെയർ ആരംഭിച്ചാൽ മാത്രമേ തങ്ങൾ ഫണ്ടിങ്ങിന് അനുമതി നൽകൂ എന്ന് ഡെമോക്രാറ്റുകൾ ട്രംപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. പക്ഷെ എന്താണ്, നവംബർ 1 മുതൽ നികുതി ഇളവുകൾ അവസാനിച്ചിരിക്കുന്നു. ഇതോടെ ഇൻഷുറൻസ് പ്രീമിയം തുക കുത്തനെ കൂടും അമേരിക്കയിൽ. ഡെമോക്രാറ്റുകൾ സർക്കാർ ഫണ്ടിങ് അനുവദിച്ചാൽ
മാത്രമേ ഭക്ഷ്യ പദ്ധതിക്ക് പണം നൽകാവൂ എന്ന ട്രംപിന്റെ ആ പിടിവാശി അതുതന്നെയാണ് ഇൻഷുറൻസ് പദ്ധതിയിലും കാണാനാകുന്നത്. ഒരു തരത്തിലും ഒബാമ കെയർ പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചത് കുറയ്ക്കാനാകില്ലെന്ന് ട്രംപ് പറയുന്നു. ഡെമോക്രാറ്റ് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഭക്ഷ്യസഹായ പദ്ധതി തുടരാനാണ് മസാച്യുസെറ്റ്സ് അടക്കമുള്ള കോടതികൾ ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അപ്പീലിലൂടെ എങ്ങനെ അതിനെ നീട്ടിക്കൊണ്ടുപോകാമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസും ട്രംപിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരും ആലോചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഒന്നിലും ഇടപെടാൻ നിൽക്കാത്ത ഭാര്യ ഉഷയും കൊണ്ട് ലോകം മൊത്തം ജെറുസലേം അടക്കം മറ്റു രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും കറങ്ങി നടന്ന് ഈ അടച്ചുപൂട്ടലിനിടയിലും ആനന്ദം കണ്ടെത്തുന്ന ജെഡി വാൻസ് പറഞ്ഞൊരു വാക്കുണ്ട്. ഡെമോക്രാറ്റുകൾ ഈ ഫണ്ടിംഗ് വിഷയത്തിൽ കുട്ടികളെപ്പോലെ പെരുമാറുന്നു. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ അവധിക്കാല യാത്രകൾ ദുരന്തമാകുമെന്നാണ്. അതെ, ജെഡി വാൻസിന് 4.2 കോടി പാവപ്പെട്ട അമേരിക്കക്കാർ സ്നാപ് പദ്ധതിയിലൂടെ അവർക്കുള്ള ദൈനംദിന നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടില്ലെന്നടിക്കുന്നു. ജെഡി വാൻസിന് അതൊരു പ്രശ്നമല്ല. ജെഡി വാൻസ് അമേരിക്കയിലെ ഒബാമ കെയർ ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിച്ചതിൽ ഒട്ടും ആശങ്കാകുലനല്ല. പക്ഷെ അദ്ദേഹം ആശങ്കാകുലനാണ്. താനടക്കം കൃത്യമായി ചെയ്യുന്ന അവധിക്കാല യാത്രകൾ ദുരന്തമാകുമെന്ന് നിസ്സാരമായി പ്രഖ്യാപിച്ചു കളഞ്ഞു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച